പഴംപൊരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ലോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര, അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പുണ്ടാവും, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ കടലമാവ്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടുതലായാൽ പഴത്തിൻ്റെ മീതെ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് റെഡിയാക്കി എടുക്കുക. ഇത്തിരി കട്ടിയിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ. അങ്ങനെ മാവ് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത്രയെങ്കിലും കട്ടി വേണം, ഇതിൽ കൂടുതലാവാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ മാവ് റെഡിയാക്കി നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച്, ഇനി അതിന് ശേഷം ഞാൻ ഇതിനേക്ക് ആവശ്യമുള്ള പഴം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ഞാൻ പഴം തൊലിയോട് കൂടിയാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് പഴത്തിൻ്റെ തൊലിയില്ലാതെ കയ്യിൽ നിന്ന് വഴുതി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പഴം മുറിക്കുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്ര പഴം ഉണ്ടെങ്കിലും പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇത്തിരി പാകം കൂടുതലായ പഴമാണെങ്കിൽ പോലും നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് മറ്റേ പോലെ പെട്ടെന്ന് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ടല്ല ചെയ്തെടുക്കാറ്. അങ്ങനെ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് മുറിച്ചെടുക്കാൻ, നമുക്ക് പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുവിധ ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാ പഴവും മുറിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ തൊലികളൊക്കെ എടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലികളൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നത് കാണാം. എല്ലാ പഴം നമ്മൾ തൊലി കളഞ്ഞ് മാറ്റി വെച്ച്, ഇനി സ്റ്റവിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച പഴം മാവിലിട്ടിട്ട് ഓരോന്നായി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പഴം തമ്മിൽ ഒട്ടിക്കെടുക്കില്ല. കടലമാവും കോൺഫ്ലോറൊക്കെ ഉള്ള കാരണം വിട്ട് കിടക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. ഇത് കടലമാവ് ചേർത്ത കാരണം അത്യാവശ്യത്തിന് കളറ് കിട്ടും. പിന്നെ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നത്. അപ്പോൾ കടൽമാവ് ചേർക്കാതെ കോൺഫ്ലവർ അരിപ്പൊടി മാത്രം വെച്ച് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്.
അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരിയും റെഡിയായി കിട്ടി. നമ്മളെപ്പോഴും ചെയ്യുന്നത് തന്നെയല്ലേ പഴംപൊരി ഉണ്ടാക്കൽ. അപ്പോൾ കടലമാവും ഇതേപോലെ കോൺഫ്ലവറും വെച്ചിട്ട് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.